ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉന്നക്കായാണ്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പഴുത്ത പഴം എടുക്കരുത്, എന്നാൽ തീരെ പഴുക്കാത്ത പഴം എടുക്കരുത്. ഒരുപാട് പഴുത്ത പഴം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡോ തയ്യാറാക്കുമ്പോൾ കറക്റ്റായി കിട്ടില്ല. അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ചേർക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ചേർക്കാതെ തന്നെ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇനി ആദ്യം തന്നെ നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇഡ്ഡലി ചെമ്പിൽ ഡയറക്റ്റ് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇടുന്ന ആ വിത്തിടൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിനകത്ത് വെള്ളം കയറാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ തൊലിയോട് കൂടി തന്നെ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഇഡ്ഡലി സ്റ്റീമറിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഴം പുഴുങ്ങിയെടുത്തു. ഒരു 10-15 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ വെച്ച് വേവിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് ഉണ്ടായിരിക്കുമല്ലോ, അതും കൂടി കളഞ്ഞെടുത്താൽ നല്ലതായിരിക്കും. നമ്മൾ സാധാരണ പഴം പുഴുങ്ങിയതിൽ തന്നെ അരിയൊന്നും കഴിക്കാറില്ല. അപ്പോൾ അത് കളയുന്നത് കൂടുതൽ നല്ലതാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചെറിയൊരു ചൂടോട് കൂടി ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അതായത് ഒരു വലിയ നാളികേരത്തിൻ്റെ അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് എടുക്കുന്നത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ കുറച്ച് ബദാം പരിപ്പ്. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂടുതലോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം ഏലക്കായ പൊടിച്ചതാണ്. അപ്പോൾ ഞാനൊരു 5-6 ഏലക്കായ പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം നെയ്യ്. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബദാം പരിപ്പ് ഇട്ട് കൊടുക്കാം. മുന്തിരി നമുക്ക് അവസാനം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഒരുപാട് റോസ്റ്റായി വരുന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ഷെയ്ഡൊന്ന് മാറി വരുന്നത് വരെ മാത്രം റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ബദാം പരിപ്പ് ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമില്ല വെച്ചെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരി മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് അല്പം ക്രിസ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് പഞ്ചസാര ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ അതൊന്ന് ജസ്റ്റ് നല്ല സ്മൂത്തായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നാളികേരം ഒന്നായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ടീസ്പൂൺ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ നമ്മൾ പറഞ്ഞത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കായ പൊടിച്ചതും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പഴത്തിൻ്റെ ഉള്ളിൽ അരിയെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഒരു ഇതുകൊണ്ട് ഇടിച്ചിട്ട് മാഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പൊട്ടാറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മാഷ് ചെയ്തെടുത്താലും മതി. നമ്മൾ മിക്സി ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കുന്നത് അത്ര സേഫ്റ്റി മെത്തേഡല്ല. അപ്പോൾ നമുക്ക് അതിൽ അരിപ്പൊടിയോ വേറെ എന്തെങ്കിലും ചേർക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല ഒരുപാട് ഭയങ്കര ടൈറ്റായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ മാഷറോ ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് മാഷ് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മൾ നല്ലവണ്ണം കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി മാറ്റാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അത് കാരണം തന്നെ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഉന്നക്കായ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇതിൽ കണ്ടില്ലേ, ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതെ നല്ല കറക്റ്റ് പാകത്തിനാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അഥവാ ഇത്തിരി വെള്ളം കൂടി എന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ കുറച്ച് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതുപോലെ ബോളാക്കി എടുക്കാം. നമ്മൾ കൊഴുക്കട്ടയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയുള്ള മോൾഡുകൾ കിട്ടും. ഒന്നെങ്കിൽ ആ മോൾഡിൽ വെച്ച് നമുക്ക് തയ്യാറാക്കാം. അതല്ലാന്ന് വെച്ചെങ്കിൽ ഇതുപോലെ ബോളാക്കിയിട്ട് പരത്തിയെടുക്കുക. പരത്തിയിട്ടതിന് ശേഷം നടുഭാഗം ഒരുപാട് കനം കുറയ്ക്കരുത്, പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം ഒരുപാട് കനത്തിലും അല്ല തീരെ കനം കുറഞ്ഞിട്ടല്ല എന്നുള്ളൊരു ഇതിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഈ ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മളിതുപോലെ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയുണ്ട് വെച്ചെങ്കിൽ നമുക്കിത് കയ്യിൽ ഒട്ടി പിടിക്കാതെ തന്നെ ആക്കിയെടുക്കാൻ പറ്റും.
ഇതുപോലെ അറ്റം വരെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊട്ടും തന്നെ പൊട്ടിപ്പോകാൻ പാടില്ല. എല്ലാ ഭാഗവും നന്നായി കവർ ചെയ്ത് തന്നെ എടുക്കണം, അല്ലെങ്കിൽ എണ്ണയിലിട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നാൽ ആകെ ഇതാവും കേട്ടോ. അതുപോലെ ചെറിയ ഓയിൽ തടവിയതിന് ശേഷം ഇവിടെ നമുക്ക് ഷേപ്പാക്കി കൊടുക്കാം. ഉന്നക്കായയുടെ ഒരു ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കാം. അതുപോലെ നല്ല കറക്റ്റ് ഇതിനെ വിള്ളലൊന്നും ഇല്ലാതെ നല്ല ഭംഗിയാക്കി എടുക്കാം. നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഇതുപോലെ ബോളാക്കി എടുക്കുക. ബോളാക്കിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുക. അപ്പം നമ്മൾ കൊഴുക്കട്ടയൊക്കെ തയ്യാറാക്കുമ്പോൾ മോൾഡുകൾ ഉണ്ടാവുമല്ലോ, അതുപോലെയുള്ള മോൾഡിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ ഉന്നക്കായയുടെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ. അത് കാരണം തന്നെ നമുക്ക് കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അരിപ്പൊടിയോ ബ്രെഡ് ക്രംസോ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ എങ്ങാനും വെള്ളം കൂടുകയാണ് വെച്ചെങ്കിൽ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് നിറച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കവർ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്താൽ നന്നായിരിക്കും. അതിന് ശേഷം നമ്മൾ ഇതുപോലെ യോജിപ്പിച്ചെടുക്കും. ഇത് രണ്ടും കൂടി ജോയിൻ്റ് ആക്കി എടുക്കണം. ഒട്ടും തന്നെ ഇതിൽ വിള്ളൽ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അത് നന്നായി കവർ ചെയ്ത് തന്നെ എടുക്കണം. അപ്പം നമ്മുടെ എല്ലാ ഉന്നക്കായും ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഓയിൽ പെറ്റിയിട്ട് ആക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ പൊട്ടാതെ നല്ല ഷേപ്പ് ആയിട്ടുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കൊരു ഇപ്പം നമ്മളൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കേണ്ടി വരില്ല. അങ്ങനെ ഉപയോഗിക്കുന്നത് പൊട്ടയാണ്. അത് കാരണം തന്നെ മാക്സിമം ചെറിയ പാത്രത്തിൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. ഇനി ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ. ഒരുപാട് ഇതായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ശരിക്കും വെന്ത് കിട്ടില്ല. അപ്പോൾ അത് കാരണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് ആക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ ഇട്ടതിന് തൊട്ട് പിന്നാലെ തന്നെ നമ്മൾ ഫോർക്കോ അതുപോലെ ഒന്നും സ്പൂണൊന്നും വെച്ച് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ അത് പൊട്ടിപ്പോകും. ഒന്ന് ആയി വരുമ്പോൾ മാത്രമേ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് ഡാർക്കായി പോകണ്ട. ഏകദേശം ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ എല്ലാ ഉന്നക്കായും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 കിലോയിൽ ഏകദേശം 10-13 ഉന്നക്കായ കിട്ടും. അത് നമ്മൾ തയ്യാറാക്കുന്ന വലിപ്പത്തിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്